ഈ 4 ABCDകൾ വിവേകപൂർവ്വം പ്രയോഗിച്ചാൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാകാൻ കാരണമാവുകയും അല്ലാത്ത പക്ഷം കുട്ടികളുടെ മനസ്സിൽ മാനസികമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യാം. ഒന്നാമതായി വരുന്നത് അഡ്വൈസ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒന്നാണ് അഡ്വൈസ്. കാരണം കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് പ്രധാനപ്പെട്ട വിദ്യ. അവരുടെ ചിന്തകളും വികാരങ്ങളും കേൾക്കാതെ നീ ചെയ്യേണ്ടത് ഇന്നതാണ് എന്ന രീതിയിൽ പറഞ്ഞാൽ അവരുടെ സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇല്ലാതാവുകയും ആത്മവിശ്വാസം കുറയാൻ കാരണമാവുകയും ചെയ്യും. അതിനാൽ അഡ്വൈസ് ഒഴിവാക്കി ആക്റ്റീവ് ലിസണർ എന്ന രീതിയിലേക്ക് മാറി അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന രീതി അവലംബിക്കുക. രണ്ടാമതായി വരുന്നതാണ് ബ്ലെയിം. അതായത് കുട്ടികളെ ഒരബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ നീ ചെയ്തത് തെറ്റായി പോയി എന്ന രീതിയിൽ അവനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അടുത്ത തവണ ഇതിൽ നന്നായി ശ്രമിക്കാമല്ലോ എന്ന രീതിയിൽ ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള സമീപനത്തോടു കൂടി അവരെ സമീപിച്ചാൽ കുട്ടികൾ തെറ്റിൽ നിന്ന് പഠിക്കുകയും ഭയക്കാതെ പുതുതായി കാര്യങ്ങളെ പരീക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരും. മൂന്നാമതായി വരുന്നത് കമ്പാരിസൺ. ഒരിക്കലും കുട്ടികളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതെ അവരുടെ തന്നെ മുൻകാല പ്രകടനങ്ങളുമായി കമ്പയർ ചെയ്ത് കൂടുതൽ നന്നായി പ്രകടനങ്ങൾ നടത്തുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതുമൂലം കുട്ടികൾക്ക് അവരുടെ തന്നെ പ്രോഗ്രസ് അവരുടെ തന്നെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നതിനാൽ കൂടുതൽ പുരോഗതിയിലേക്ക് വരാനും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ഇതുമൂലം കുട്ടികളുടെ നിരാശയും മറ്റുള്ളവരോടുള്ള അസൂയയും ഒഴിവായി കിട്ടുന്നു. നാലാമതായി വരുന്നതാണ് ഡിസ്കറേജ് ഒഴിവാക്കി പോസിറ്റീവ് എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഉപദേശങ്ങളും ആശയങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പുതിയ ഐഡിയകൾക്കും ആശയങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും നന്നായിട്ടുണ്ട് എന്ന രീതിയിൽ അവരെ എൻകറേജ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു തവണ പരാജയം സംഭവിച്ചാലും ഇതൊരു പാഠമാണ്, അടുത്ത തവണ ഇതിൽ നന്നായി ചെയ്യുവാനും വെല്ലുവിളികളെ ഭയം കൂടാതെ നേരിടാനും സൃഷ്ടിപരമായ ചിന്ത വളർത്താനും കഴിയുന്നു. ഈ 4 കാര്യങ്ങൾ വിവേകപൂർവ്വം പ്രയോഗിച്ചാൽ അവരെ ഭാവിയിൽ ശക്തമായ ഉത്തരവാദിത്ത ബോധമുള്ള സമൂഹത്തിലെ പോസിറ്റീവ് സംഭാവന നൽകുന്ന വ്യക്തികളാക്കി മാറ്റുവാൻ സാധിക്കും. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരത്തേക്ക് ഗുഡ് ബൈ.